നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ. ഞാൻ വിയപുരം ജോർജ് കുട്ടി. 2024 നമ്മെ വിട്ട് കടന്നുപോയി. 2025 സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. നാം പിന്നിട്ട വർഷവും സംഭവബഹുലമായിരുന്നു. പ്രകൃതിക്ഷോഭം, യുദ്ധങ്ങൾ, വാഹനാപകടങ്ങൾ, രോഗങ്ങൾ, ആത്മഹത്യകൾ, തീവ്ര മത ഗ്രൂപ്പുകാരുടെ ആക്രമണങ്ങൾ, ചാവേറുകളുടെ നശീകരണം മൂലവും അനേകർ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കപ്പെട്ടു. ആത്മീയ ലോകത്തിൽ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും പണസമ്പാദനത്തിനായി തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തി യഹോവയെ അരുളി ചെയ്യാതിരിക്കെ ആത്മാവ് പറഞ്ഞു എന്ന വ്യാജേന ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെങ്ങും പെട്ടുപോകാതെ ദൈവം നമ്മെ കാത്ത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് ജീവനോടെ കാത്ത് യോത്സവമായി നടത്തിയ ദൈവകൃപയ്ക്ക് ഞാൻ നന്ദി കരയേറ്റുന്നു. രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും തിരമാല കണക്കെ നമ്മുടെ മേലും അടിച്ചുയർന്നു എങ്കിലും മുങ്ങിപ്പോകാതെയും തളർന്നു പോകാതെയും ശക്തിയും ബലവും നമ്മിൽ പകർന്ന് ഇന്നയോളം നിൽക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ ദൈവത്തിന് നന്ദി കരയേറ്റാം. 2025 എങ്ങനെയുള്ള വർഷമാണെന്ന് മുന്നമേ പ്രവചിക്കുവാൻ കഴിയത്തില്ല. ലോകം അണ്വായുധ ഭീഷണിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. എന്നാൽ അന്ത്യകാലത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ മുൻ വർഷങ്ങളേക്കാൾ പ്രതികൂലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമെന്ന് തിരുവചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഒരു ദൈവപൈതലിന്റെ പൂർണ്ണയാശ്രയം ദൈവത്തിൽ വെച്ചിരിക്കുന്നതിനാൽ ആകുലചിന്തയ്ക്ക് സ്ഥാനമില്ല. ദൈവം തന്നെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കും എന്നുള്ള ഉറപ്പും പ്രത്യാശയും നമ്മിൽ വർദ്ധിക്കുമാറാകട്ടെ. പുതിയ വർഷത്തിൽ പുതിയ തീരുമാനത്തോടും സമർപ്പണത്തോടും കൂടെ നമുക്ക് മുന്നേറാം. നാം തീരുമാനങ്ങൾ എടുക്കുകയും നമ്മളാൽ ആവോളം അത് നിവർത്തീകരിക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. 76-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവീൻ എന്ന്. ആകയാൽ നാമും ഈ പുതിയ വർഷത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും നമ്മളാൽ ആവോളം തീരുമാനം നിവർത്തിക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യണം. അവരെടുത്ത തീരുമാനങ്ങൾ നാം പരിശോധിച്ചാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. എൻ്റെ നടപ്പ് അങ്ങയുടെ ചൂടുകൾ തന്നെയായിരിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ഒരു നീചകാര്യം എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വയ്ക്കുകയില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിന് കളങ്കം വരുത്തുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുകയില്ല. ഞാൻ ദൈവത്തെ ഭക്തിയോടും ഭയത്തോടും വിശുദ്ധിയോടും കൂടി ആരാധിക്കും. ഒരു അന്യായത്തിനും ഞാൻ കൂട്ടുനിൽക്കുകയില്ല. അന്യദേവന്റെ നാമം എൻ്റെ നാവിന്മേൽ എടുക്കുകയില്ല. അമാവാസിയിലും പൗർണമാസിയിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ ദൈവത്തെ തന്നെ കാത്തിരിക്കും. ഇതെല്ലാം ഈ പുതിയ വർഷത്തിൽ നമ്മുടെ തീരുമാനമായിരിക്കട്ടെ. കർത്താവിൻ്റെ വരവിനെ മുന്നറിയിക്കുന്ന ദൈവത്തിൻ്റെ ഘടികാരത്തിലെ യഹൂദൻ എന്ന സൂചി അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാലങ്ങൾ ഏറെയില്ല. എല്ലാറ്റിനും സമാപനം കുറിക്കുവാൻ സമയമായി. നമ്മുടെ തലകളെ ഉയർത്തി കുത്തഴിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളെ ക്രമപ്പെടുത്തി പുത്തനൊരു ഭാവവും രൂപവും നൽകി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വർഷം സർവശക്തനാകുന്ന ദൈവം താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും താങ്കൾക്കുള്ള എല്ലാവരെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളാലും ശാരീരിക സൗഖ്യങ്ങളാലും ഭൗതിക നന്മകളാലും മാനസിക സംതൃപ്തിയാലും ദൈവം നമ്മെ ജയോത്സവമായി നടത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.